നമസ്കാരം. ദി ആർട്ട് ഓഫ് നിഷയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ദീപാവലി ആശംസകൾ. ഇന്നത്തെ പെയിൻറ്റിംഗ് രാമ സീത ആൻഡ് ലക്ഷ്മണ സ്കെച്ചിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പെയിൻറ്റിംഗ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. ഭാരതം ഒന്നാകെ ആഘോഷിക്കുന്ന ഉത്സവമാണ് ദീപാവലി. ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ്. തുലാമാസത്തിലെ അമാവാസി ദിവസമാണ് ദീപാവലി ആഘോഷിക്കുന്നത്. അന്നേ ദിവസം ദീപങ്ങൾ തെളിയിച്ചും പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും മധുരം വിളമ്പിയും ജനങ്ങൾ സന്തോഷം പങ്കിടുന്നു. എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ദീപാവലി ആഘോഷം ഉണ്ട് എന്നതാണ് ഈ ഉത്സവത്തിന്റെ പ്രധാന പ്രത്യേകത. ദീപാവലി എന്ന ആഘോഷത്തിന് പിന്നിൽ പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. ഉത്തരേന്ത്യയിൽ ശ്രീരാമനുമായി ബന്ധപ്പെട്ടാണ് ഈ ഉത്സവത്തിന്റെ ഐതിഹ്യം നിലകൊള്ളുന്നത്. തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി നീണ്ട 14 വർഷത്തെ വനവാസത്തിനും രാവണവധത്തിനും ശേഷം രാമനും ലക്ഷ്മണനും സീതയും അയോധ്യയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അയോധ്യവാസികൾ തങ്ങളുടെ പ്രിയപ്പെട്ട രാജകുമാരനെ ദീപങ്ങൾ തെളിയിച്ച് സ്വീകരിച്ചു. വനവാസത്തിന് ശേഷം തിരിച്ചു വരുന്ന രാമനെയും ലക്ഷ്മണനെയും സീതയെയുമാണ് ഇന്നത്തെ പെയിന്റിങ്ങിൽ വരച്ചിരിക്കുന്നത്. ഉത്തരേന്ത്യൻ ജനത രാമന്റെ തിരിച്ചുവരവിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ദീപാവലി ആഘോഷിക്കുന്നു. ദക്ഷിണേന്ത്യയിലാകട്ടെ ശ്രീകൃഷ്ണനും നരകാസുര വധവുമായി ബന്ധപ്പെട്ടാണ് ദീപാവലിയുടെ ഐതിഹ്യം നിലകൊള്ളുന്നത്. മറ്റൊരു ഐതിഹ്യമായി പറയുന്നത് വിക്രമാദിത്യ ചക്രവർത്തി സ്ഥാനാരോഹണം ചെയ്ത വിക്രമവർഷാരംഭ ദിനവും ദീപാവലി ദിവസമാണ്. ബംഗാളിലാകട്ടെ ദീപാവലി പിതൃദിനമായി ആചരിക്കുന്നു. ഉത്തരേന്ത്യയിൽ 5 ദിവസമായി ദീപാവലി ആഘോഷിക്കുന്നുവെങ്കിലും ദക്ഷിണേന്ത്യയിൽ ദീപാവലി ഒരു ദിവസത്തെ ആഘോഷമാണ്. ദീപാവലി ആഘോഷങ്ങളുടെ തുടക്കം ധൻതെരാസ് അഥവാ ധനത്രയോദശി ദിവസമാണ്. അശ്വതി മാസത്തിലെ കൃഷ്ണപക്ഷ ത്രയോദശി ദിവസമാണിത്. അന്നേ ദിവസം വീടുകളും വ്യാപാര സ്ഥാപനങ്ങളുമെല്ലാം പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നു, രംഗോലി ഇടുകയും ചെയ്യുന്നു. വൈകിട്ട് 5 തിരിയിട്ട നിലവിളക്ക് വെച്ച് ധനലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു, പൂജകളും ചെയ്യുന്നു. മഹാലക്ഷ്മി സ്തോത്രങ്ങൾ ചൊല്ലുകയും ചെയ്യുന്നു. 2ാം ദിവസമാണ് നരക ചതുർദശി. അശ്വനി മാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിയാണിത്. നരകാസുരനെ വധിച്ച കൃഷ്ണനെയാണ് ഈ ദിവസം പൂജിക്കുന്നത്. ദീപാവലി ആഘോഷങ്ങളുടെ 3ാം ദിവസമാണ് അമാവാസി. അന്ന് ലക്ഷ്മി പൂജ നടത്തുന്നു. ഉത്തര ഭാരതത്തിലെ ദീപാവലി ആഘോഷങ്ങളിൽ പ്രധാനപ്പെട്ടതാണിത്. അന്നേ ദിവസം ഗണപതി ഭഗവാനും ലക്ഷ്മി ദേവിയുടെ 3 രൂപങ്ങളായ മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി എന്നീ ദേവതകൾക്കും അതിനോടൊപ്പം തന്നെ കുബേരനെയും പൂജിക്കുന്നു. അടുത്ത ദിവസമാണ് കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 1ാം ദിവസമായ ബലിപ്രതിപദ ആഘോഷിക്കുന്നത്. വാമനൻ ചവിട്ടി പാതാളത്തിലേക്ക് വിട്ട മഹാബലി നാട് കാണാൻ വരുന്ന ദിവസമാണ് അന്ന് എന്നൊരു വിശ്വാസവും പല ദേശങ്ങളിലുമുണ്ട്. ആചാരങ്ങൾ പലതും പല സംസ്ഥാനങ്ങളിലും പല തരത്തിലാണെങ്കിലും ഈ ദിവസത്തെ പ്രധാന ആഘോഷം പുതുവസ്ത്രങ്ങൾ ധരിച്ച് പരസ്പരം സമ്മാനങ്ങളും മധുരവും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദീപാവലിയുടെ 5ാം ദിവസമാണ് യമദ്വിതീയ അഥവാ ഭ്രാതൃദ്വിതീയ. ഇതോടെ ദീപാവലി ആഘോഷങ്ങൾ അവസാനിക്കുന്നു. കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 2ാം ദിവസമായാണ് ഈ ആഘോഷം നടക്കുന്നത്. മരണദേവനായ യമൻ സഹോദരി യമിയെ സന്ദർശിക്കുന്നു എന്നതാണ് ഈ ദിവസത്തെ പ്രത്യേകത. അതിനാൽ ഈ ദിവസത്തെ യമദ്വിതീയ എന്നും വിളിക്കപ്പെടുന്നു. സഹോദരി സഹോദരന്മാർ ചേർന്ന് ചെയ്യേണ്ട ആചാരങ്ങളാണ് ഈ ദിവസത്തെ പ്രധാന ആചാരങ്ങളും ആഘോഷങ്ങളും. എല്ലാ ഐതിഹ്യങ്ങളുടെയും പൊരുൾ ഒന്നു തന്നെയാണ്.
ദുഷ്ടനിഗ്രഹത്തിലൂടെ ഭൂമി പ്രകാശപൂരിതമാക്കി എന്ന തത്വം. ആ പ്രകാശം ദീപോത്സവമായി നമ്മൾ ആഘോഷിക്കുന്നു. ആ പ്രകാശം നിങ്ങളുടെ മനസ്സിലും തെളിയട്ടെ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചിത്രങ്ങളെയും ചിത്രകലയെയും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അടുത്ത വീഡിയോയിൽ ഈ ചിത്രത്തിൻ്റെ കളറിംഗ് ആണ് കാണിക്കുന്നത്. നന്ദി, നമസ്കാരം. താങ്ക് യു.